ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നലെ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോർട്സ് ഒക്കെ വൈറലാകാനായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്മിലേനി കണ്ട പോലെ തന്നെ നമ്മുടെ ഷോർട്സ് എങ്ങനെ വൈറലാകാനായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയാമായിരിക്കും. എങ്കിലും കുറച്ച് ഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മുടെ ഷോർട്സ് എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ വേറൊരു ഫോണിൽ, എൻ്റെ സെയിം അക്കൗണ്ട് തന്നെയാണ്, വേറൊരു ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ വിൻഡോ ആണ് ആദ്യം തന്നെ കിടക്കുന്നത്. അതിൽ താഴെയായിട്ട്, അതായത് മിഡിലായിട്ട് പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ് കാണും, ലൈവ് കാണും, ഷോർട്സ് കാണും, വീഡിയോസ് കാണും. അതിൽ നമുക്ക് ഷോർട്സ് എടുക്കാം. ഷോർട്സിൽ ഇപ്പോൾ ടൈം ലിമിറ്റ് കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 15 സെക്കൻഡാണ് ടൈം ലിമിറ്റ് കിടക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 60 മിനിറ്റായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ 3 മിനിറ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആഡ് വീഡിയോ എടുക്കുക. കുഞ്ഞിൻ്റെ ഈ വീഡിയോ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കാണിച്ചു തരുന്നത്. അത് ഡൺ കൊടുക്കുക. അതിന് മ്യൂസിക് കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫീലിങ്സ് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ടിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ സൗണ്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്ന മ്യൂസിക് കുറക്കാനാണെങ്കിൽ അത് കുറക്കാം. നമ്മുടെ വോയിസ് കൂട്ടാനാണെങ്കിൽ അത് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വോയിസ് കേൾക്കും. ഇനി നമ്മുടെ വോയിസ് കുറയ്ക്കാനാണെങ്കിൽ അത് കുറക്കാം, ഫീലിങ്സ് കൂട്ടിക്കൊടുക്കാം. പിന്നെ വോയിസ് ഒക്കെ ഏകദേശം സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ടിക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതിലെന്തെങ്കിലും കറക്ഷൻസോ ഇനി ഫിൽറ്ററോ എന്തെങ്കിലും വേണമെങ്കിൽ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയൊന്ന് വോയിസ് കുറച്ചേക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കാണിക്കാം. ബേബി എന്ന് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡൺ കൊടുക്കുക. വേറെ എന്തെങ്കിലും ഓപ്ഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിനി വോയിസ് ഇതിൽ എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ബേബി എന്നും പറഞ്ഞ് ജസ്റ്റ് കൊടുക്കാം. ബേബി. ഓക്കെ, അവിടെ ഞാൻ ബേബി എന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഷോർട്സ് എങ്ങനെയാണ് വൈറലാക്കാം എന്നുള്ള ട്രിക്കുള്ളത്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡിലായിട്ട് കുഞ്ഞുവിൻ്റെ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതിൽ മുകളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ തംബ്ലൈൻ ആണ്. അതായത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തംബ്ലൈൻ ആയിട്ട് വരില്ലേ, കാരണം ഓരോന്നിനും ഓരോ പോസ് ആയിട്ട് കാണിക്കുമല്ലോ, അതിനെയാണ് ഈ തംബ്ലൈൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇവരുടെ ഏത് പോസാണ് നല്ലത്, ആൾക്കാർ കണ്ടാൽ അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആൾക്കാരത് ഓപ്പൺ ചെയ്ത് നോക്കും എന്ന് നമുക്ക് കാണുന്ന ഈ പോർഷനാണ് നല്ലത്, അത് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാപ്ഷൻ, ശരിയായ ക്യാപ്ഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു ലവിൻ്റെ ഒരു സിമ്പിളാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഹാഷ്ടാഗ് കൊടുക്കാം. ഹാഷ്ടാഗ് ഞാൻ ആദ്യം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഷോർട്സ് ആണല്ലോ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോർട്സ് എന്ന് കൊടുക്കാം. പിന്നെ ഇത് ബേബിയുടെ ആണല്ലോ, അപ്പോൾ ഞാൻ ബേബി എന്ന് കൊടുക്കുക, ബേബി ഗേൾ എന്ന് കൊടുക്കുക. പിന്നെ ഒരെണ്ണമെന്ന് പറയുമ്പോൾ യൂട്യൂബ് ഷോർട്സ് എന്നും കൂടി ഞാൻ കൊടുക്കുക. ഇങ്ങനെ 3 ഹാഷ്ടാഗാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ വിസിബിലിറ്റി ആണ്. വിസിബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റിൽ ഇപ്പോഴേ ഇടാം.
പ്രൈവറ്റിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ ബിസി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നാളെയാണ് അല്ലെങ്കിൽ 24-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ അലാറം സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ആ ടൈം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 മണി ഇട്ടു, 2 PM ഇട്ടു. ഓക്കെ, 2 PM ആക്കി ഇട്ടു. അതിനുശേഷം നമുക്ക് ലൊക്കേഷൻ ആഡ് ആക്കാം. ഞാൻ ആലപ്പുഴ എന്ന് കൊടുത്തു, ആലപ്പുഴ വന്നു. ഇനി റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും വരും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വ്യൂസ് കുറവുള്ള ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിട്ടു. അതിനുശേഷം നമ്മുടെ കമൻസ് ഒക്കെ ആയാലും കമൻറ്റ് സെക്ഷനൊക്കെ ആയാലും ഓഫാക്കി ഇടരുത്, എപ്പോഴും ഓണാക്കി ഇടുക. കാരണം കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചാണ് യൂട്യൂബ് ആൾക്കാരിലേക്ക് അത് എത്തിക്കുന്നതും വൈറലാക്കുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ സെറ്റിങ്സ് ഡയറക്റ്റ് യൂട്യൂബിലെ സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. ഇതിനുശേഷം നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയി സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു തരുമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എന്തായാലും മാറ്റുവാണ്. ഇനി YT സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് വൈറലാകുന്നതായിരിക്കും. സെയിം വീഡിയോ തന്നെയല്ല, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നെയാണ്. ഞാനിപ്പോൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ YT സ്റ്റുഡിയോ. ഇതിൽ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് വൺ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഷോർട്സിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഫ്ലിപ്പ് ദ ബോട്ടിൽ ചലഞ്ച് എന്നും പറഞ്ഞിട്ട് ഷോർട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. YT സ്റ്റുഡിയോയിൽ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് വീഡിയോ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കിൻ്റെ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈവറ്റ് ഷെഡ്യൂളിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാറ്റഗറീസ് ഉണ്ട്. ഇതിപ്പോൾ കോമഡി വീഡിയോ ആണല്ലോ, അതൊന്ന് കോമഡി വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കോമഡി സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ല ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും ഫിലിമിനോ അല്ലെങ്കിൽ വേറെ നമ്മുടെ പപ്പീസോ അല്ലെങ്കിൽ നമ്മുടെ കാറ്റ്സിനൊക്കെ വെച്ചിട്ടുള്ള താഴെയായിട്ട് പെറ്റ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്നിനും നമ്മുടെ ഓരോ ഷോർട്സും ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ഷോർട്സിനും ഓരോ കാറ്റഗറീസ് ഉണ്ട്. നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കിടക്കുന്നത്, ഞാൻ അത് തന്നെ കൊടുക്കുന്നു. വേറെ ഒന്നും ഞാൻ സെപ്പറേറ്റ് ആഡ് ആക്കുന്നില്ല. ഇതാണ് നമ്മുടെ YT സ്റ്റുഡിയോയിലെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ YT സ്റ്റുഡിയോയിലെ കാറ്റഗറി സെറ്റ് ചെയ്യുന്നതോടുകൂടി അത് ഏത് കാറ്റഗറി ടൈപ്പ് ആളുകളിലേക്കാണ് പോകുന്നത് അതനുസരിച്ച് യൂട്യൂബ് അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാം. ഇത്രയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷോർട്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മുടെ ഷോർട്സ് വൈറലാകുന്ന അനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കൊന്ന് തുടങ്ങി കൊള്ളാവുന്നുണ്ട് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.